അഖില കേരള വിശ്വകർമ്മ മഹാസഭ 619 നമ്പർ കൃഷ്ണപുരം ശാഖയുടെ ആഭിമുഖ്യത്തിൽ നടപ്പാക്കുന്ന കർമ്മ കെയർ പദ്ധതിയുടെ ഉദ്ഘാടനം നടത്തി. ഫ്ലോറൻസ് നൈറ്റിംഗേൽ അവാർഡ് നേടിയ ഷീല റാണി PS പദ്ധതി ഉദ്ഘാടനം ചെയ്തു. അഖില കേരള വിശ്വകർമ്മ മഹാസഭ 619 നമ്പർ കൃഷ്ണപുരം ശാഖയുടെ ആഭിമുഖ്യത്തിൽ രോഗങ്ങളാൽ ബുദ്ധിമുട്ടുന്ന പാവങ്ങളായ കുടുംബങ്ങൾക്ക് പാലിയേറ്റീവ് ഉപകരണങ്ങൾ തികച്ചും സൗജന്യമായി എത്തിച്ചു നൽകുന്ന പദ്ധതിക്ക് തുടക്കമായി. കർമ്മ കെയർ എന്ന പേരിൽ തുടങ്ങുന്ന പദ്ധതിയുടെ ഉദ്ഘാടനം കല്ലുമൂട് മരങ്ങാട്ട് ശ്രീകുമാറിന്റെ വസതിയിൽ നടന്നു. അഖില കേരള വിശ്വകർമ്മ മഹാസഭ 619 നമ്പർ ശാഖാ പ്രസിഡന്റ് അനിൽകുമാർ അധ്യക്ഷനായി. സംഘടന ഈ കൃഷ്ണപുരം മേഖലയിലും വലിയൊരു ശക്തിയായി വളർത്തിക്കൊണ്ടുവരുവാൻ നമ്മുടെ സംഘടനയ്ക്ക് കഴിയണം. അതിനുവേണ്ടിയാണ് നമ്മൾ കൂടെ ഇത്തരത്തിലുള്ള പല പ്രവർത്തനങ്ങളും സംഘടിപ്പിച്ചിരിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ സംഘടനയിലുള്ള കൂടുതൽ ആളുകളും നമ്മുടെ ജാതിപരമായ വിശ്വകർമ്മയുടേതായിട്ടുള്ള ജോലികൾ ചെയ്ത് ജീവിത സായാഹ്നത്തിൽ രോഗാവസ്ഥയിലാകുന്ന ഒരു ഘട്ടത്തിലാണ്. ഇത് മിക്കവാറും പ്രായം ചെല്ലുമ്പോൾ കിടപ്പ് രോഗികളായിട്ട് മാറുന്ന ഒരു അവസ്ഥയുണ്ട് നമ്മുടെ സമുദായങ്ങളിൽ തന്നെ. അത്തരത്തിലുള്ള അംഗങ്ങൾക്ക് ഒരു സഹായം ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഈ കർമ്മ കെയർ എന്ന് പറയുന്ന ഈ പദ്ധതി. ശാഖാ സെക്രട്ടറി ബീന KM സ്വാഗതം പറഞ്ഞു. പാലിയേറ്റീവ് മേഖലയുടെ നഴ്സിംഗ് മേഖലയിൽ രാഷ്ട്രപതിയിൽ നിന്നും പരമോന്നതമായ ബഹുമതി ഫ്ലോറൻസ് നൈറ്റിംഗേൽ അവാർഡ് വാങ്ങിയ ഷീല റാണി PS പദ്ധതി ഉദ്ഘാടനം ചെയ്തു. ഞങ്ങളൊക്കെ പാലിയേറ്റീവ് തുടങ്ങുമ്പോൾ 2011-2008 പാലിയേറ്റീവ് കെയർ നയം കേരള സർക്കാർ ആരംഭിച്ചത്. അതിനുശേഷമാണ് പഞ്ചായത്തുകളിൽ പാലിയേറ്റീവ് യൂണിറ്റുകൾ വരുന്നത്. അതിനു മുമ്പ് എങ്ങനെയായിരുന്നു നമ്മുടെ പ്രായം ചെന്ന മുതിർന്നവർ അല്ലെങ്കിൽ പ്രായം ചെന്നവർ കിടന്നിരുന്നത്, എങ്ങനെയായിരുന്നു അവരുടെ അവസാന നിമിഷം എങ്ങനെയായിരുന്നു എന്ന് നമ്മളൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഇന്ന് വളരെ നല്ല രീതിയിൽ നമ്മുടെ കിടക്കുന്ന രോഗികളെ അല്ലെങ്കിൽ പ്രായമുള്ളവരെ ബഹുമാനിക്കാനും അവരെ പരിചരിക്കാനുമുള്ള ഒരു നിലയിലേക്ക് നമ്മുടെ സർക്കാർ മേഖല അല്ലെങ്കിൽ നമ്മുടെ മനസ്സ് വളർന്നിരിക്കുകയാണ്. നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സ് വളർന്നിട്ടുണ്ട്. എല്ലാവർക്കും അറിയാം, ഒരു രോഗി അല്ലെങ്കിൽ ഒരു വീട്ടിൽ ഒരു രോഗി വന്നാൽ അല്ലെങ്കിൽ നമ്മൾ ഒരു രോഗിയായാൽ, നമ്മളിൽ ആരെങ്കിലും ഒരു രോഗം വന്നാൽ, ഒരു ഷുഗർ ആണെങ്കിലും ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ ആ നിമിഷം മുതൽ നമ്മൾ അനുഭവിക്കുന്ന മാനസിക ശാരീരിക ബുദ്ധിമുട്ടുകൾ, നമുക്കൊരു രോഗം വന്നു ദീർഘകാലം മരുന്ന് കഴിക്കേണ്ട ഒരു രോഗമാണെന്ന് പറയാം, നമ്മൾ പിന്നീട് അതിനെക്കുറിച്ച് വേവലാതിപ്പെടുക, നമ്മൾ മാനസികമായി വിഷമിക്കാം. ഒരു പ്രഷർ വന്നു, ആരോടും മിണ്ടാതിരിക്കാം. നമ്മുടെ ശരീരത്തിൽ എവിടെയെങ്കിലും ഒരു മുഴ വന്നു, അത് ആരോടും മിണ്ടാതിരിക്കാം. പറയാനായിട്ട് ആരുമില്ല, ഒന്ന് ഇതെങ്ങനെയുണ്ട് എന്ന് പറയാനായിട്ട്. അങ്ങനെ ഒരു അവസ്ഥയിൽ കൂടെയാണ് നമ്മളൊക്കെ കടന്നത്. നമുക്ക് ഭയമുണ്ട്, നമുക്ക് നാളെ മരിക്കുമോ എന്നുള്ളൊരു പേടിയുണ്ട്. ഇതെല്ലാം കൊണ്ട് നമ്മൾ ആകെ മറ്റുള്ളവരോട് ഇത് പറയാനോ അവതരിപ്പിക്കാനോ, പ്രത്യേകിച്ച് നമ്മുടെ ഇന്നത്തെ കുടുംബം പണ്ടത്തെ പോലെയല്ല. പണ്ട് കൂട്ടുകുടുംബമായിരുന്നു. ഒരാളല്ലെങ്കിൽ മറ്റൊരാളോട് നമുക്ക് നമ്മുടെ വിഷമങ്ങൾ ഷെയർ ചെയ്യാൻ വീട്ടിലുണ്ട്. തുടർന്ന് മഹാസഭ കാർത്തികപ്പള്ളി താലൂക്ക് യൂണിയൻ മുൻ സെക്രട്ടറി M ഭാസ്കരനാചാര്യയെ ആദരിച്ചു. അഖില കേരള വിശ്വകർമ്മ മഹാസഭ 145 നമ്പർ ശാഖാ പ്രസിഡന്റ് L രാജൻ, മഹാസഭ വനിതാ സമാജം കൗൺസിലർ സെക്രട്ടറി വിമലമ്മ, മഹാസഭ വനിതാ സമാജം കൗൺസിൽ അംഗം രാജമ്മ സോമരാജൻ, മഹാസഭ വനിതാ സമാജം കൗൺസിൽ അംഗം ഉഷാകുമാരി, വിശ്വബ്രാഹ്മണ ആചാര്യ സമിതി ആലപ്പുഴ ജില്ലാ സെക്രട്ടറി വേണുഗോപാൽ, മഹാസഭ കാർത്തികപ്പള്ളി താലൂക്ക് യൂണിയൻ എക്സിക്യൂട്ടീവ് അംഗം സുനിൽകുമാർ, അഖില കേരള വിശ്വകർമ്മ മഹാസഭ 619 നമ്പർ ശാഖ വൈസ് പ്രസിഡന്റ് ഗോപാലകൃഷ്ണൻ, അഖില കേരള വിശ്വകർമ്മ മഹാസഭ 619 നമ്പർ ശാഖ ജോയിന്റ് സെക്രട്ടറി മഹേന്ദ്രൻ, മഹാലക്ഷ്മി വനിതാ സ്വയം സഹായം സെക്രട്ടറി ലേഖ ഉദയൻ, ധനലക്ഷ്മി വനിതാ സ്വയം സഹായ സംഘം സെക്രട്ടറി ആതിര സുരേഷ് തുടങ്ങിയവർ ആശംസകൾ നേർന്നു. അഖില കേരള വിശ്വകർമ്മ മഹാസഭ 619 നമ്പർ ശാഖ ട്രഷറർ B ഇന്ദു കൃതജ്ഞത രേഖപ്പെടുത്തി. CDNet ന്യൂസ്, കൃഷ്ണപുരം.